ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. നടി അൻസിബയുടെ രണ്ടാമത്തെ പരാതിയിലും കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. പരാതിയിൽ കഴമ്പില്ലെന്ന് കടവന്ത്ര CI എറണാകുളം സെൻട്രൽ ACPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരാൾ പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ല. ശ്വേതാ മേനോൻ, ടിനി ടോം, നീന കുറുപ്പ് അടക്കമുള്ളവരുടെ മൊഴിയെടുത്തിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇതിപ്പോൾ അൻസിബ തുടർച്ചയായി ഇങ്ങനെ പരാതികൾ നൽകുന്നുണ്ട്. അതിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ. ഇതിപ്പോൾ ഏത് പരാതിയിലാണ്, അതായത് ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിലാണോ ഈ റിപ്പോർട്ട് ACPക്ക് സമർപ്പിച്ചിരിക്കുന്നത്? ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിലാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്നാണ് തൃക്കാക്കര SIയുടെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് സെൻട്രൽ ACPക്ക് കൈമാറുകയും ചെയ്തു. അൻസിബ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ ആദ്യമായി നടത്തിയത്. നടൻ ടിനി ടോമിൽ നിന്നും തനിക്ക് വളരെ മോശം അനുഭവമുണ്ടായി. ടിനി ടോം പലയിടങ്ങളിലും തന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. പ്രത്യേകിച്ച് താൻ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു, മതതീവ്രവാദിയാണ്, അങ്ങനെ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി. അത് തന്നെ വേദനിപ്പിച്ചു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി എന്നതായിരുന്നു അൻസിബയുടെ പരാതി. ഇത് നീന കുറുപ്പ് അടക്കം തന്നോട് പറഞ്ഞിരുന്നു എന്ന് കൂടിയായിരുന്നു അൻസിബ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടവന്ത്ര പോലീസിന് ഇത് അമ്മ കുടുംബ സംഗമത്തിന്റെ വേദിയിൽ വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ഇവന്റിൽ വെച്ചാണ് ഇത്തരം സംഭവങ്ങളും സംഭാഷണങ്ങളും ഒക്കെ നടന്നത്. അത് കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ആ പരിപാടി, അമ്മ കുടുംബ സംഗമം നടന്നത്. അതുകൊണ്ടാണ് കടവന്ത്ര സ്റ്റേഷൻ പരിധിയിലേക്ക് പരാതി വരികയും കടവന്ത്ര പോലീസ് ആദ്യം അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ഇതൊരു പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ടിനി ടോം, നീന കുറുപ്പ്, ശ്വേതാ മേനോൻ എന്നിവരെ വിളിച്ച് മൊഴിയെടുത്തു. ആ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. അൻസിബ പറയുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളൊരു പരാതിയാണ്. അങ്ങനെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്ന് SIക്ക് മനസ്സിലാക്കുകയും ഈ റിപ്പോർട്ട് സെൻട്രൽ ACPക്ക് കൈമാറുകയും സാഹചര്യവുമായിരുന്നു. എന്തായാലും ടിനി ടോമിന്റെ ഹർജി കോടതിക്ക് മുന്നിലുണ്ട്. അത് അൻസിബ നൽകിയതാണ്. ഈ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചതായിരുന്നു. ആ ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിനോട് അതിന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടും. എന്തായാലും ഈ അന്വേഷണത്തിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരാതിയിലും കഴമ്പില്ല എന്നൊരു റിപ്പോർട്ടാണ് പോലീസിനുള്ളത്. അത് കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ കേസ് തന്നെ, അല്ലെങ്കിൽ ഈ പരാതി തന്നെ തള്ളിപ്പോകും. ആദ്യത്തെ പരാതിയും ഇങ്ങനെ തള്ളിപ്പോയതാണ്. അത് ലക്ഷ്മിപ്രിയയ്ക്കും SI രേഷ്മയ്ക്കെതിരെയുമുള്ള ഒരു പരാതിയായിരുന്നു. ആ പരാതിയിലും അൻസിബ SIയിൽ നിന്നുമൊക്കെ മാനസിക സമ്മർദ്ദം ഉണ്ടായി, ലക്ഷ്മിപ്രിയയിൽ നിന്നുമൊക്കെ വളരെ മോശം അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുകയും അതിൽ കേസെടുക്കാത്തതിനെ തുടർന്ന് നേരിട്ട് കോടതിയിൽ പോയി. പക്ഷേ കോടതിയും ഈ കേസിനെ തള്ളി. എന്തായാലും അൻസിബ വീണ്ടും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടല്ലോ. ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനും തന്നെ യൂട്യൂബ് ചാനലിലൂടെ അവർ അധിക്ഷേപിച്ചു. ഒരു PR ഏജൻസി വഴിയാണ് ഇതിലുള്ള അധിക്ഷേപ പ്രചാരണങ്ങൾ നടക്കുന്നത് എന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നല്ലോ അൻസിബ വീണ്ടും പുതിയ പരാതിയുമായി സമീപിച്ചിട്ടുള്ളത്. അതോടൊപ്പം നിയമപോരാട്ടം തുടരുന്നുണ്ട്. തനിക്ക് പോലീസിൽ നിന്നും നീതി കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഇത് കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പുതിയ റിപ്പോർട്ടും തിരിച്ചടിയായ സാഹചര്യത്തിൽ അൻസിബയുടെ തുടർ നീക്കം എന്താണെന്ന് അറിയാമോ? അൻസിബ ഇപ്പോൾ മൂന്നാമത്തെ പരാതിയാണ് നൽകിയിരിക്കുന്നത്. അതിലും പ്രതിസ്ഥാനത്തുള്ളത് ലക്ഷ്മിപ്രിയയാണ്. മറ്റൊന്ന് ശ്വേതാ മേനോൻ, ഒപ്പം ഈ യൂട്യൂബ് ചാനൽ ഉടമയായിട്ടുള്ള, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഒരു ഇന്റർവ്യൂവിനിടയിലാണ് ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയത്. ആ ഇന്റർവ്യൂ എടുത്ത സുകുമാരൻ എന്നീ 3 പേർക്കെതിരെയാണ് പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. പോലീസും എന്തായാലും ഇതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. അതിന്റെ ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതിൽ അൻസിബ പറയുന്ന പ്രധാന പരാതി തന്നെ മോശമാകുന്ന രീതിയിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടി ലക്ഷ്മിപ്രിയ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് തന്റെ സുഹൃത്തുക്കളെയും തന്നെയും വെച്ച് വളരെ മോശമായ രീതിയിൽ പറയുന്നുണ്ട്. തന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്കാണ് ആ ഇന്റർവ്യൂ എന്നാണ് അൻസിബ പറഞ്ഞത്. ആ ഇന്റർവ്യൂ പുറത്തിറങ്ങിയിട്ടില്ല, അതിനൊരു ടീസർ മാത്രമാണ് പുറത്തിറങ്ങിയത്. ആ ടീസർ കൂടി ചേർത്തുകൊണ്ടാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പിന്നിൽ ഈ ഒരു തനിക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് പിന്നിൽ ശ്വേതാ മേനോന്റെ ഗൂഢാലോചനയുണ്ട് എന്ന് കൂടിയാണ് അൻസിബ പറയുന്നത്. പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ തിരുവനന്തപുരത്തുള്ള ഒരു PR ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്കെതിരെ തന്നെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള PR വർക്ക് നടത്തുന്നു എന്നുകൂടി അൻസിബ ഈ പരാതിയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും പാലാരിവട്ടം പോലീസിന് ഇന്നലെ നൽകിയ പരാതിയിൽ പോലീസ് തുടർ നടപടികൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല.
പകരം ഇതിനൊരു പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കേട്ടോ. എന്തായാലും അൻസിബ നീതി പോരാട്ടം തുടരുകയാണ്. ഇത് പോലീസിന് വലിയ തലവേദനയായിരിക്കുകയാണ്. ഈ സിനിമാ മേഖലയിലെ പ്രശ്നം, അമ്മയിലെ താരങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം പോലീസിന് വലിയ തലവേദനയായിരിക്കുകയാണ്. ഇനി ഇത് ഏത് രീതിയിലൊരു പരിഹാരം ഈ പ്രശ്നത്തിലുണ്ടാകും എന്നതാണ് അറിയേണ്ടത്. അമ്മയുടെ പുതിയ നേതൃത്വമൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുമോ, ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുമോ എന്നാണ് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.